സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരത്ത് പതിറ്റാണ്ടുകളുടെ മാധ്യമപ്രവർത്തന പാരമ്പര്യമുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ പി തോമസ് ആണ്. സാർ, സ്വാഗതം. സാർ, ഈ UDF-ൻ്റെ സീറ്റ് സാധ്യത, അത് VD സതീശനൊക്കെ പറയുന്ന 100-നടുത്ത സീറ്റ്, പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു 80-നടുത്ത സീറ്റ് വരെ കിട്ടിയേക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് അത്ഭുതകരമായ വാർത്തകളും നിരീക്ഷണങ്ങളുമാണ് വരുന്നത്. 27 സീറ്റിൽ മത്സരിക്കുന്നതിൽ ഏതാണ്ട് 27 സീറ്റും ജയിക്കുമെന്നാണ് ലീഗ് നേതാക്കൾ അവകാശപ്പെടുന്നത്. അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഒരു 25-നടുത്ത സീറ്റുകളെങ്കിലും മുസ്ലിം ലീഗ് ജയിക്കാനുള്ള സാധ്യത, ഇപ്പോൾ കാസർഗോഡ്, മലപ്പുറമൊക്കെ ഒരു ക്ലീൻ സ്വീപ്പും വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ UDF-നുള്ളിൽ മുസ്ലിം ലീഗ് ഒരു വലിയൊരു സാന്നിധ്യമായി മാറുന്നു. ഒരു പക്ഷേ UDF അധികാരത്തിൽ വന്നാൽ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായിട്ട് മുസ്ലിം ലീഗ് മാറ്റപ്പെടും എന്നൊക്കെ ചില നിരീക്ഷണങ്ങളൊക്കെ വരും. അപ്പോൾ ലീഗിൻ്റെ സമീപകാല ഒരു വളർച്ച വിലയിരുത്തുമ്പോൾ എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? മുസ്ലിം ലീഗ് ഒരു മേജർ ഘടകകക്ഷിയാണ് UDF-ലെ. യഥാർത്ഥത്തിൽ UDF-ലെ ഒരു ഘടകകക്ഷി എന്ന് പറയാവുന്ന പാർട്ടി ഇപ്പൊ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. അതിന്റെ ശക്തിയെ പറ്റി നമുക്കൊക്കെ അറിയാം. അതെ. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞാൽ അതിലെ ഒരു ഒറ്റ ഘടകകക്ഷിയേ ഉള്ളൂ. സത്യത്തിൽ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ. അവരുടെ സീറ്റ് അവര് എനിക്കുള്ള ഈ 25 പറയുമെങ്കിൽ തന്നെ ഞാൻ ഈ 22 സീറ്റ് വരെ അവർക്ക് ലഭിച്ചേക്കും. എന്റെ കണക്കുകൂടലല്ല. മുസ്ലിം ലീഗിന് പണ്ടും നല്ല ശക്തിയുണ്ട്. അവർ ചില ബാർഗെയിനിങ് നടത്തിയിട്ടുമുണ്ട് 5ാം മന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. പക്ഷേ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ലീഗ് എന്ന് പറയേണ്ടി വരും. ലീഗിന്റെ മുസ്ലിം സമുദായത്തോടുള്ള താല്പര്യം കുറവാണ്, അല്ലെങ്കിൽ ഇത് പോരാ, ഇത്രയും പോരാ, ഇനിയും വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും ലീഗിൽ നിന്ന് ഭിന്നിച്ചു മാറി പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. INL-ഉം പിന്നെ PDP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവസ്ഥ നോക്കും. ലീഗിന് എപ്പോഴും ഒരു സമമായ രീതിയാണ് ലീഗ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അതിന്റെ നേതൃത്വം എടുക്കുന്ന തീരുമാനം വളരെ 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 തന്ത്രപരവും സമവായത്തോടു കൂടിയതും മറ്റ് സമുദായങ്ങളെ പരിഗണിച്ചുള്ളതുമാണ്. അതേസമയം അവരുടെ സമുദായത്തിന്റെ താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കാറുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ, മുണ്ടക്കൈ ചൂരൽമല എല്ലാവരും പുറത്തു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ ഉള്ളൂ. മുസ്ലിം ലീഗ് 51 വീടുകൾ ഇതിനകം തന്നെ 1ാം ഘട്ടമായി നിർമ്മിച്ച് മുഴുവൻ സൗകര്യങ്ങളോടെയും, എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ കയറി താമസിച്ചാൽ മതി, ഫർണിച്ചർ, മെത്ത, കിടക്ക ഉൾപ്പെടെ, പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളുള്ള 51 വീടുകൾ അവിടെ കൈമാറി കഴിഞ്ഞു. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സർക്കാർ, അത് LDF-ന്റെ ആയതുകൊണ്ട് ഞാൻ പറയല്ല, സർക്കാരിന് പണമുണ്ട്, അവിടെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, ഏത് സ്പോൺസർഷിപ്പും കിട്ടും, അല്ലെങ്കിൽ ഏത് വിധത്തിലും കോൺട്രാക്ട് എടുത്ത് ഭൂമി കിട്ടും, എല്ലാം ഉണ്ട്. സർക്കാരിന് പോലും സാധിക്കാത്ത വിധത്തില് സർക്കാർ ഇത് നടത്തി. ഞങ്ങള് വീട് കൊടുക്കുന്നു പറഞ്ഞ് പ്രഖ്യാപനം നടത്തി. ഒരു വീടും ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്നവരെ ഒരു വീടും കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനം കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഭൂമി വാങ്ങിച്ചിട്ടേക്കുന്നേ ഉള്ളൂ. കോൺഗ്രസിനേക്കാളും ആസ്തിയും പ്രവർത്തകരും സമ്പത്തുമുള്ള പാർട്ടിയാണ് ലീഗിനേക്കാൾ സമ്പത്തും ആസ്തിയും പ്രവർത്തകരുമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വേറൊരു പ്രസ്ഥാനത്തിനും CPM നടത്തിയിട്ടില്ല. CPM അവരുടെ സംഭാവനയൊക്കെ സർക്കാരിനെ കൊടുത്തേക്കുന്നത്. ഇവർക്ക് ആർക്കെ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ നോക്കൂ, അവർ കൃത്യമായി ഒരു കറപ്ഷനും ഇല്ലാത്ത അവർ 51 വീടുകൾ അത് കൈമാറി കഴിഞ്ഞു. എല്ലാ സൗകര്യങ്ങളോടും. വീട് മാത്രം വെച്ചു കൊടുക്കുമല്ല, അവർക്ക് കയറി താമസിച്ചാൽ മതി. അവർക്ക് പാത്രങ്ങളും ഫർണിച്ചർ ഉൾപ്പെടെ അവർ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ അവരുടെ അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കൊടുത്തേക്കുന്നത്, എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും കൊടുത്തു. അതിനകത്ത് അവർക്ക് പരിഗണിച്ചപ്പോൾ അവരെല്ലാ സമുദായത്തിനും, അല്ല ഒരു മുസ്ലിം സമുദായത്തിന് മാത്രമായിട്ടല്ല അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 22 പേരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു മുന്നണിക്കകത്തുള്ള പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇന്നത്തെ ചുറ്റുപാടിൽ അമിതമായ ഒരു അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും എന്ന് ബോധ്യമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന് ഉദാഹരണമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ സീറ്റ് അവകാശപ്പെട്ട് ഒരു ബാർഗെയിനിങ് നടത്താമായിരുന്നിട്ട് പോലും UDF-നകത്ത് അതിന് ശ്രമിച്ചില്ല. നിലവിലുള്ള സീറ്റ് മതി എന്നവർ തീരുമാനിച്ചു. അതാണ് അവർ മുന്നോട്ട് വെച്ച നിലപാട്. അതേ നിലപാട് തന്നെയായിരിക്കും ലീഗ് പോകുന്നത്. ഞങ്ങൾ കാരണം ഒരു വിധത്തിലും
ഈ സമൂഹത്തിൽ ഒരു സ്പർദ്ധ, ഒരു അകൽച്ച ഉണ്ടാകുന്ന, സമുദായങ്ങൾക്ക് അകൽച്ച ഉണ്ടാകുന്ന ഒരു നിലപാട് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അത് ആ പാർട്ടിയെ കൂടുതൽ ഒറ്റപ്പെടുത്തും. അവർക്ക് നല്ല ബോധ്യമുണ്ട്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ലീഗിന് വോട്ട് ചെയ്യുന്നത്, UDFന്റെ വോട്ടുകൾ, മറ്റ് സമുദായങ്ങളുടെ വോട്ടുകൾ, അത് മുന്നണിയെ തന്നെ ബാധിച്ചേക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെല്ലുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം സമൂഹത്തിൽ ഒരു അന്തഃഛിദ്രം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അകൽച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള നിലപാട് ലീഗിൽ നിന്ന് ഉണ്ടാകും. അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അവർ ഒരിക്കലും അവസരം ഒരുക്കില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് സമാനമായി ഒരു ജസ്റ്റ് പാസ് മാർക്ക് നേടിയാണ് UDF അധികാരത്തിൽ വരുന്നതെന്നിരിക്കട്ടെ, മുസ്ലിം ലീഗ് അവിടെ ഒരു പ്രബല കക്ഷിയായിട്ട് മാറുന്നു. ഇപ്പോൾ ഈ 20-25 അടുത്ത സീറ്റ് ഉണ്ട് എന്ന് കരുതട്ടെ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും? അത് നിർണായകമാണ്. ലീഗിന്റെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിലും അത് തന്നെയായിരുന്നു. ലീഗിന് ഒരു നിർണായക റോൾ ഉണ്ടായിരുന്നു ആ കക്ഷി. അല്ല, അതിന്റെ പേരിലാണ് ആക്ഷേപങ്ങളെല്ലാം ഉണ്ടായത്. ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു സൂപ്പർ സർക്കാരായിട്ട് ലീഗിന് പറ്റിയ അബദ്ധം 5ാം മന്ത്രി എന്നൊരു ആവശ്യം ഉന്നയിച്ചാണ് ലീഗിന്റെ ഇമേജിനെ ബാധിച്ചു. അത് UDFനെ ബാധിച്ചു, അതോടൊപ്പം തന്നെ ലീഗിനെയും അത് ബാധിച്ചു. എന്നേക്കുമുള്ള ഒരു ബ്ലാക്ക് മാർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അത് ലീഗിന്റെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള അനാവശ്യമായ അവകാശവാദങ്ങൾ, ഒരുപക്ഷെ ലീഗിനെ സംബന്ധിച്ചോളം അവർ അംഗബലം അനുസരിച്ച് 5ാം മന്ത്രി എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ അത്തരം ഒരു ആവശ്യം പരസ്യമായി മുന്നോട്ട് വന്നതോടുകൂടി ലീഗിനെ സംബന്ധിച്ചുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു മതിപ്പ് കുറഞ്ഞ് ഒരു ബാർഗെയിനിങ് പാർട്ടിയാണെന്നുള്ള ചിന്ത. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു വിള്ളലുണ്ടാക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു ബാർഗെയിനിങ്ങിന് തയ്യാറാകും എന്ന് എനിക്ക് സംശയമുണ്ട്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഒരു നൂൽ പാലത്തിലൂടെ സർക്കാർ കടന്നു പോവുകയാണെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല. പക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്നൊക്കെ ഉള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് നേരത്തെ തന്നെ അവർ പൊട്ടിച്ചു. അതെ, അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിനായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ഓരോ കക്ഷിക്കും അർഹതയുണ്ട്. അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട്, പക്ഷെ ഞങ്ങളത് ചോദിക്കുന്നില്ല. അതേ നിലപാട് തന്നെ ആയിരിക്കും. ഞാൻ ഒരു വിലപേശലിന് ലീഗ് നിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഒരു കാലത്ത് മുന്നിൽ ചില വിഷയങ്ങളുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 5ാം മന്ത്രി കഴിഞ്ഞ തവണ UDFന് അധികാരം നഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ലോക്സഭാ അംഗത്തെ രാജിവെച്ച് മത്സരിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി ഇവിടെ എത്തിയതാണ്. അതെ. അപ്പോൾ ജനങ്ങൾക്കിടയിൽ മറുപക്ഷം പ്രചരിപ്പിച്ച ഒരു പ്രചരണം ലീഗിന്റെ കയ്യിലേക്ക് എല്ലാം പോകും എന്നുള്ള ഒരു പ്രചരണം ചെയ്തു. ആ പ്രചരണത്തിൽ മറ്റ് സമുദായങ്ങൾ വീഴുകയും അവർ UDFനെതിരാവുകയും ചെയ്തു എന്നൊരു യാഥാർത്ഥ്യമാണ്. അതും ലീഗിന് നല്ല ബോധ്യമുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിലപേശലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദത്തിനോ ലീഗ് ഇത്തവണ തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതേസമയം അവരുടെ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയും ചെയ്യും. പക്ഷെ വൈകിയാണെങ്കിലും CPM ഒരു തിരിച്ചറിവ് നടത്തിയെന്ന് തോന്നുന്നു. കാരണം നേരത്തെ ലീഗിനെ അടർത്തി മാറ്റാനായിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായി ഉപേക്ഷിച്ച് ലീഗിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു നയം ഇപ്പോൾ ഇടതുമുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗ് ഇനിയും UDFൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുകൂടിയല്ലേ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അവിടെ ഒരു വിഷയം വന്നത് അതിനൊക്കെ ലീഗിനെ ചാടിക്കാൻ വേണ്ടി വളരെയേറെ ശ്രമങ്ങൾ നടത്തി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അതിനുവേണ്ടി ചില ഇടനിലക്കാർ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ലീഗ് അതിന് തയ്യാറായില്ല. ഒരുപക്ഷെ ലീഗ് അതിന് തയ്യാറായെങ്കിൽ ഒരുപക്ഷെ ആ പാർട്ടിയിൽ തന്നെ ഒരു പിളർപ്പ് ഉണ്ടാകുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഒറ്റക്കെട്ടായിട്ട് പോകാൻ കഴിയുമായിരുന്നുവെങ്കിൽ ലീഗ് ചിലപ്പോൾ ചാടിയുമായിരുന്നു. പക്ഷെ ലീഗ് ചാടിയില്ല. ലീഗ് മുന്നണിയിൽ തന്നെ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിന്റെ പൾസ് എന്താണെന്ന് ബോധ്യമായതോടുകൂടി ലീഗ് മുന്നണിയിൽ കൂടുതൽ ശക്തമായി നിന്നു. ആ സമയത്താണ് CPM അവരുടെ തന്ത്രം മാറ്റിപ്പിടിച്ചത്. എന്ന് പറഞ്ഞാൽ ലീഗിനെ ഒപ്പം കൊണ്ടുവന്ന് ഭരിക്കാം എന്നുള്ള തന്ത്രം മാറ്റിപ്പിടിക്കുകയും ചെയ്തു. അപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അതുവരെ ന്യൂനപക്ഷത്തെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന തന്ത്രത്തിൽ നിന്ന് CPM മാറി ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്തുക എന്ന തന്ത്രത്തിലേക്ക് മാറി. ന്യൂനപക്ഷങ്ങൾ കൈവിട്ടു, ന്യൂനപക്ഷ സമുദായങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുകയും എന്നാൽ ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുവേണ്ടിയാണ് പിന്നീട് ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള നടത്തിയതിന്റെ കാരണവും അത് തന്നെയാണ്. വേറെ ചില കാരണങ്ങളൊക്കെ പറയാമെങ്കിലും നമുക്ക് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും. ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ CPM മെനഞ്ഞു. അതിനുവേണ്ടി പിന്നീട് NSSന്റെ പിന്തുണ ആർജിക്കുന്ന തലത്തിലേക്ക് ചെന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ലീഗിനെ അറ്റാക്ക് ചെയ്തു. അതേസമയം
ലീഗിന്റെ ഈ സമുദായ താല്പര്യ സംരക്ഷണം ഇത്രയും പോരാ എന്ന് പറഞ്ഞ് തീവ്രതയിലേക്ക് പോയ ചില മുസ്ലിം സംഘടനകളെ ഇത്തവണ ഒപ്പം നിർത്തുകയും ചെയ്തു. നമ്മൾ കാണണം. SDP, ഘടകകക്ഷിയായ INL, ഇതെല്ലാം ലീഗിൽ നിന്ന് പോയ SDP അങ്ങനല്ല, വേറെ സംഭവമാണ്. INL-ഉം നമ്മൾ PDP ഒക്കെ ലീഗിൽ നിന്ന് പോയതാണ്. അപ്പം SDP ഒരേ സമയം ഭൂരിപക്ഷത്തെ നിർത്തുന്നതോടൊപ്പം തന്നെ മുസ്ലിങ്ങളിൽ ഒരു പിളർപ്പുണ്ടാക്കി അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കൂടി കൈ നിർത്താനൊരു ശ്രമം CPM നടത്തി. ആ SDP-യുടെ പിന്തുണ യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചോളം ഗുണത്തേക്കാൾ ദോഷമായി. ഈ തെരഞ്ഞെടുപ്പിൽ SDP-യുടെ പിന്തുണ തേടിയത് ഗുണത്തേക്കാൾ ആ പാർട്ടിക്ക് എന്നേക്കുമുള്ള, ഞാൻ 5ാം മന്ത്രിയുടെ കാര്യത്തിൽ ലീഗിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂട്ട്, ഈ SDP പിന്തുണ എല്ലാ കാലത്തേക്കും ഇനി CPM-നെതിരെ എതിർപക്ഷം ഉപയോഗിക്കുന്ന ആയുധമായി. അവർക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. നിയമം പോലൊരു സീറ്റില് ഔദ്യോഗികമായിട്ട് കത്ത് കൊടുത്തു എന്നാണ് SDP ഇതുവരെ നിഷേധിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം SDP-ക്ക് വേണ്ടി മത്സരിച്ച ആളാണ് തിരൂരോ കോൺസ്റ്റിറ്റ്യൂൻസി പെട്ടെന്ന് വിട്ടുപോയി. അവിടെ ഇത്തവണ LDF-ന് വേണ്ടി മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച ആളാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം LDF-ന് ഒരു വിധത്തിൽ പരസ്യ പിന്തുണ തന്നെയാണ് SDP നൽകിയിട്ടുള്ളത്. അത് അവർക്ക് ഫിക്സഡ് വോട്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസിലുണ്ട്. അത് CPM-ന് അറിയാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് SDP-യെ തള്ളാതെ, ആ വോട്ട് തള്ളാതെ CPM മുന്നോട്ട് പോയത്. അതിന്റെ അപകടം ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടാവുകയും ചെയ്യും. നന്ദി. ശരി.